ആചാരം കൊണ്ടും പെരുമ കൊണ്ടും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് കൊച്ചി ദേവസ്വം ബോർഡിന് കീഴിലുള്ള തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രം. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ വൃശ്ചികോത്സവം എന്നതും ശ്രദ്ധേയമാണ്. ഒരു റിപ്പോർട്ട്. മധ്യകേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങളിൽ ആരംഭം കുറിക്കുന്നതാണ് കൊച്ചിയിലെ തൃപ്പൂണിത്തുറ പൂർണ്ണ ത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം. കൊച്ചി രാജഭരണകാലത്ത് രാജാവിന്റെ കീഴിലുള്ള ക്ഷേത്രമായിരുന്നതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും വലിയ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നു. 8 ദിവസം നീളുന്ന ഇവിടത്തെ പ്രൗഢഗംഭീരമായ വൃശ്ചികോത്സവത്തിൽ കൊടിയേറ്റ് മുതൽ ആറാട്ട് വരെയുള്ള എല്ലാ ചടങ്ങുകൾക്കും ഒരേപോലെ പ്രാധാന്യമുണ്ട്. പണ്ട് രാജഭരണമുള്ള സമയത്ത് തന്നെ ഉള്ളതാണ് 15 ആനപ്പുറത്താണ് എഴുന്നള്ളിപ്പ് വേണ്ടത് എന്നുള്ളത് ഉത്സവത്തിന്. പിന്നെ ദിവസവും ആന വേണം. ഇവിടെ എല്ലാ ദിവസവും ആന വേണം. ആനയില്ലാണ്ട് പറ്റില്ല അല്ലേ? അങ്ങനെയാണ്. 15 ആനകളെയാണ് ഇവിടെ രാവിലെയും രാത്രിയിലും നടത്തുന്ന എഴുന്നള്ളിപ്പിന് അണിനിരത്തുന്നത്. 29-ാം തീയതി കൊടി കയറുന്ന ദിവസം കാലത്ത് ഫോറസ്റ്റ് അധികൃതരെല്ലാം വന്ന് അളന്നു നോക്കി ചിട്ടപ്പെടുത്തിയ ആ സ്ഥലത്ത് 2 വരികളായി ആനകളെ എഴുന്നള്ളിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ആനകളെ അണിനിരത്തുമ്പോൾ 3 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിലവിലെ മാർഗനിർദ്ദേശം. ഈ നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് കൊടിയേറ്റ് ദിനത്തിൽ ആനപ്പന്തലിൽ തന്നെ എഴുന്നള്ളിപ്പിന് ആനകളെ 2 നിരയായി നിർത്തിയും പിന്നീടുള്ള ആചാരപരമായ എഴുന്നള്ളിപ്പുകളിൽ 6 ആനകളെ ആനപ്പന്തലിലും മറ്റുള്ളവയെ ആനപ്പന്തലിന് പുറത്തായി അണിനിരത്തിയുമാണ് കോടതി നിർദ്ദേശങ്ങൾ പാലിച്ച് ഉത്സവം നടത്തുന്നത്. 15 ആനകൾ നിർബന്ധമാണ്. അതിന് വിശ്വാസവും രേഖകളും പറയുന്നത് എന്തെങ്കിലും പ്രകൃതി ദുരന്തമുണ്ടായാൽ മാത്രമാണ് അതിനെന്തെങ്കിലും ഒരു ഇതുള്ളൂ. അല്ലാതെ മനുഷ്യന് സാധിക്കുമെങ്കിൽ 15 ആനകൾ തന്നെ വേണമെന്നാണ് ആചാരവും വിശ്വാസവും. അതുകൊണ്ട് കോടതി വിധി മാനിച്ചും അംഗീകരിച്ചും കൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ ഉത്സവം നടത്തുന്നത്. വിശ്വാസപ്രകാരവും രേഖകൾ പ്രകാരവും ക്ഷേത്രത്തിൽ വിശേഷ ഉത്സവ ദിനങ്ങളിൽ 15 ആനകളെയാണ് എഴുന്നള്ളിക്കേണ്ടത്. കാലാകാലങ്ങളായി നടന്നുവരുന്ന ഈ ആചാരങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകണമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ ആഗ്രഹിക്കുന്നത്. നൂറ്റാണ്ടുകളായിട്ട് ഈ 15 ആനപ്പുറത്തുള്ള ശിവേലി നടന്നു വരുന്ന ഒരു സാഹചര്യത്തില് കോടതി വിധിയുടെ ഒരു പശ്ചാത്തലത്തില് ആനകളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള ഈ ഒരു എഴുന്നള്ളിപ്പ്, വൃശ്ചികോത്സവത്തിന്റെ എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ആർക്കും എന്താ പറയാ ഉൾക്കൊള്ളാനോ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഒരു നിർഭാഗ്യകരമായ ഒരു വസ്തുത തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 15 ആനകളില്ലാതെയുള്ള ഒരു ഉത്സവം സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നാണ് ഭക്തജനങ്ങളുടെ പ്രതികരണം. കേരളത്തിലെ ഉത്സവത്തിന്റെ തുടക്കമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അത് 15 ആന ഇല്ലാതെ കാണുക എന്ന് പറയുന്നത് തന്നെ വളരെ വേദനയുള്ള കാര്യം. എന്തായാലും കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വൃശ്ചികോത്സവം ഗംഭീരമാക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് ക്ഷേത്ര ഭാരവാഹികൾ. ദൂരദർശൻ ന്യൂസ്, കൊച്ചി.